ഹലോ! എല്ലാർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ്. അപ്പൊ ഞാൻ ഈ ഫോട്ടോയില് കാണിക്കുന്നത് എന്റെ അമ്മാവന്റെ ചെറിയ മോള് ആരതിയും ഹസ്ബൻഡും ആണ്. ഇപ്പൊ 7 മന്ത് പ്രഗ്നന്റ് ആണ്. അപ്പൊ 7-ാം മാസത്തില് നമ്മളൊരു ചടങ്ങുണ്ടല്ലോ വളകാപ്പ് പറഞ്ഞിട്ട്. അപ്പൊ ഞാനതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആണ്. ഇതിലൂടെ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അതിന് വേണ്ടി വളാഞ്ചേരിന്ന് രാവിലെ ഒരു 6:45 ഒക്കെ ആയപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ്സിലാണ് പോണത്. വേറെ ആരും കൂടെ ഇല്ല. ദേവുട്ടിന് സുഖമില്ലാത്തോണ്ട്. അപ്പൊ ഞാനാണെങ്കി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദ്യായിട്ടാണ് ട്ടോ ബസ്സിലിപ്പോ കേറുന്നത്. ഒരു 5 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും ബസ്സിൽ യാത്ര ചെയ്തിട്ട്. ഇടയ്ക്ക് വെച്ച് ഈ പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി ദൂരം നടക്കേണ്ടിയൊക്കെ വന്നു. എന്നാലും ഒരു 8:15 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നെല്ലായ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പിന്നെ വീട്ടിലേക്ക് പോവാൻ. അപ്പൊ ദാ നോക്കിക്കേ എന്ത് ഭംഗിയാന്നറിയോ ഇപ്പൊ അവിടെയൊക്കെ കാണാൻ. 2 സൈഡും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. നടുവിലൂടെയാണ് റോഡ് പോണത്. പിന്നെ കുറച്ച് പുറകിലായിട്ട് 2 തോടും ഉണ്ട് ട്ടോ. പക്ഷെ തോട്ടിൽ ഇപ്പൊ വെള്ളമൊന്നുമില്ല. എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ വീടെത്തി. വീട്ടിലെത്തിയപ്പോ ദാ അച്ചൂട്ടൻ അനിയന്റെ മോനാണ്. മൂപ്പര് ദാ ഫോണില് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് യാതൊരു മൈൻഡും ചെയ്തില്ല. കാർട്ടൂൺ കാണുമ്പോ മൂപ്പര് ആരെയും മൈൻഡ് ചെയ്യില്ലാന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊരു തിരുവാതിര ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റായി പോയതാണ്. ഞാൻ അന്ന് ദിവസം ഇവിടെ വളാഞ്ചേരിയില് കൂവപ്പായസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ കൂവപ്പായസവും പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. റവമാവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പായസവും പുഴുക്കൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും സാരിയാണ് ഉടുക്കണത്. അപ്പൊ സാരി ഉടുക്കണതൊക്കെ എനിക്കിഷ്ടാണ്. പക്ഷെ എനിക്ക് ഉടുത്ത് കഴിഞ്ഞാ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ സാരിയൊക്കെ ഉടുത്ത് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു 3/4 മണിക്കൂറോളം ഉണ്ട് ഇനി ചെർപ്പളശ്ശേരിന്ന് പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് വണ്ടി അങ്ങനെ വന്നപ്പോ പിന്നെ ഞാനും അമ്മയും അമ്മും കൂടെ പാലപ്പുറത്തേക്ക് പോയി. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ കാണാം. അപ്പൊ നമ്മുടെ കഥാനായിക ആരതിക്കുട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ എന്നെ കണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എന്റെ ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ട്. മക്കളുടെ ഇടയിൽ ഞാൻ പെട്ടപ്പോൾ നമ്മുടെ പറക്കുംതളികയില് മണവാളനെ അണിയിച്ചൊരുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയായി പോയി എന്റേത്. അങ്ങനെ എന്നെ മൊത്തത്തിലൊന്ന് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. മുടിയൊന്നും പരത്തിയിട്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി അതൊക്കെ അങ്ങനെ നിന്ന് കൊടുത്തു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തു തരുന്നതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടൂന്ന് പറഞ്ഞാൽ മതി. ഭയങ്കര രസാട്ടോ. കുറച്ചു നേരം നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയ പോലെ തോന്നും. പിന്നെ വളകാപ്പ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്റെ അമ്മായിയും അമ്മായിയുടെ മൂത്ത മോൾ ആതിരയും അമ്മാവനുമാണ്. അമ്മാവൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണു. അമ്മായിയുടെ നാട് കോയമ്പത്തൂരാണ്. അവിടെ ചെറിയൊരു ജോലിയുണ്ട്. ആതിരേനെ ഞാൻ മുമ്പ് ഒരു ലോങ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അമ്മായിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ദേവൂട്ടനെ പ്രസവിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് അമ്മായി ആയിരുന്നു വീട്ടിൽ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കായാലും അതിപ്പോ വീട്ടിലെ ഫംഗ്ഷനോ ഹോസ്പിറ്റൽ കേസോ എന്തിനായാലും അമ്മായി വിളിച്ച അമ്മായി ഓടിയെത്തും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അമ്മയെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ആതിരക്കുട്ടി ഇവിടെ കുപ്പിവളകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞങ്ങൾ ആതിര ആരതിന്നൊന്നും വിളിക്കാറില്ല കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ വേറെയാണേ. പിന്നെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഫ്രൂട്ട്സ് സ്വീറ്റ്സ് ഐറ്റംസുകള് പിന്നെ 7 ആണോ 9 ആണോ ഡൗട്ട് ഉണ്ട് റൈസസ് ഉണ്ടായിരുന്നു. അത് ലെമൺ റൈസ് തക്കാളി റൈസ് പിന്നെ തൈര് സാദം തുടങ്ങി അങ്ങനെ ഒരു ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അമ്മായിയുടെ അമ്മയാണ് കേട്ടോ. ഈ നിൽക്കുന്ന ആളാണ് അമ്മായിയുടെ അമ്മ. നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ 1-2 തമിഴ് സ്റ്റൈൽ റെസിപ്പീസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്ദനം കുങ്കുമം അതൊക്കെ അവിടെ ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എടുത്തിട്ട് ആരതിയുടെ ദേഹത്തൊക്കെ തൊട്ട് കൊടുക്കണു. പിന്നെ മുല്ലപ്പൂവ് തലയിൽ വെച്ച് കൊടുക്കുക, കയ്യില് വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിയും പൂവൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അനുഗ്രഹിക്കണം. അത്രേ ഉള്ളൂ ചടങ്ങ് എന്ന് പറയാന്. അപ്പൊ ആരതിയുടെ ഹസ്ബൻഡിന്റെ ഫാമിലി അമ്മ അനിയത്തിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെയാണ് ചടങ്ങ് എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡാൻസ് പരിപാടികൾ ഉണ്ടായിരുന്നു. പാട്ട് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള ഒരു തമിഴ് സോങ് ആണ്. അപ്പൊ ഞാനത് മ്യൂട്ട് ചെയ്തിറക്കുകയാണ്. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഡാൻസ് ചെയ്തു. ഈ നടുവിൽ കളിക്കുന്ന ആളെന്നെ ശ്രദ്ധിച്ചു. അച്ചുട്ടന്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആതിരകുട്ടിയുടെ മോളാണ് അദ്വിക. ആ വീഡിയോ കാണാത്തവര് കണ്ടു നോക്കണേ. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു. വെജിറ്റബിൾ ബിരിയാണി നല്ല പാലട പ്രഥമനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചടങ്ങിന് ഉണ്ടാക്കിയ റൈസുകൾ ഉണ്ടല്ലോ അതൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ലെമൺ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇത്തിരി നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും സാരിയൊക്കെ മാറ്റി ചുരിദാറൊക്കെ എടുത്തിട്ടു. അങ്ങോട്ട് പോകുമ്പോ ഞാൻ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ ഞാൻ ചേച്ചിയുടെ കൂടെ ബസ്സിന് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ആതിരക്കുട്ടിയുടെ പുതിയ വീടിന്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ ആതിരയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ണൻ എന്നാണ് വിളിക്കുക. അപ്പൊ എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ അല്ലെ പുതിയൊരു വീട് എന്നുള്ളത്. അതേപോലെ തന്നെ പുതിയ പുതിയ ഓരോ പ്ലാനിങ്ങുകളും ഉണ്ടാവും. നമുക്ക് അവിടെ ഇത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. നല്ല സൈറ്റ് ആണ് കേട്ടോ. വീടിന്റെ നേരെ മുന്നിൽ പാടം ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോന്നു. ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരിയിലേക്ക് പോന്നു. ചെർപ്പളശ്ശേരി വന്നപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു.
അവിടുന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എനിക്ക് വളാഞ്ചേരിക്ക് തിരിച്ചു പോരാനുള്ള ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഇടിച്ചക്കയും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങി അങ്ങനെ നേരെ വളാഞ്ചേരിയിലേക്ക് പോന്നു. സമയം അപ്പോൾ രാത്രി 8:15 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളകാപ്പിന് പോയപ്പോഴത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു ദിവസവും അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.